റമദാൻ മാസം നമ്മിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖമുണ്ട്. 2015 റമദാനിൽ വെട്ടേറ്റ് മരണപ്പെട്ട ഷഹീദായ ഫഹദ് എന്ന കുഞ്ഞുമോൻ. തലയിൽ തൊപ്പി വെച്ച കുട്ടിയെ കണ്ട് ജയ് ശ്രീറാം എന്ന് അലറിപ്പറഞ്ഞു വന്ന് കൊല നടത്തുകയായിരുന്നു. ഇതിനു മുമ്പും ഇയാൾ പല കേസിലും പ്രതിയായിട്ടുണ്ട്. വഴിയിൽ നിന്ന ദമ്പതികളെ സദാചാരം പറഞ്ഞ് തല്ലിയ കേസിൽ 3 മാസത്തോളം ശിക്ഷിക്കപ്പെട്ട മനുഷ്യനായിരുന്നു ഇത്. RSSന്റെ സജീവ പ്രവർത്തകനായ ഇയാൾ BJP തിരഞ്ഞെടുപ്പ് കാലത്ത് ബൂത്ത് ഏജന്റായും സഹായിയായും പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നവമാധ്യമങ്ങളിൽ വളരെ സജീവമായിരുന്നു ഈ വ്യക്തി. സദാ സംഘികളെ പോലെ തന്നെ എതിരാളികളെ തെറി വിളിക്കുക, വധഭീഷണി മുഴക്കുക, ഇതൊക്കെയായിരുന്നു നവമാധ്യമങ്ങളിലൂടെ ഇയാളുടെ പ്രധാന ചെയ്തികൾ. ഇയാൾ മനോരോഗിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. സംഘി എന്നത് ഒരു മനോരോഗം തന്നെയാണ്. കാരണം ഒരു മുസ്ലിം ബാലനെ കണ്ടപ്പോൾ കൊല്ലാൻ തോന്നുന്നത് മാനസിക രോഗം തന്നെയാകും. ശാഖ ക്ലാസുകളിൽ വർഗീയ വിഷം കുത്തിനിറച്ച് അവസാനം മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് 8 വയസ്സു മാത്രം പ്രായമുള്ള ആ ഇളം കഴുത്ത് കുത്തി കീറുന്ന മാനസിക രോഗം. ഗുജറാത്തിലും ഒറീസയിലുമൊക്കെ സംഘികൾക്ക് വരാറുള്ള കൂട്ടരോഗം. അത് ഇത്തരത്തിൽ കാസർഗോഡും നടന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ളതിനെ മാനസിക രോഗം എന്നാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ RSSന്റെ ഭീകരത എന്ന് ഞങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പൊന്നുമോൻ ജനിച്ചത് 2007 റമദാൻ 28-നാണെങ്കിൽ മരണപ്പെട്ടത് 2015 റമദാൻ 22-നാണ്. ജനനവും മരണവും പുണ്യ റമദാനിൽ ആയ ആ പൊന്നുമോൻ എത്ര ഭാഗ്യവാനാണ്. എല്ലാ സ്വപ്നവും ബാക്കിയാക്കി അവൻ ഇന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞിരിക്കുന്നു. വിടർന്ന മാസത്തിൽ തന്നെ കൊഴിഞ്ഞുപോയ പൊന്നുമോൻ. അല്ലാഹു തആല ആ പൊന്നുമോൻ്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ.